ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മലയാളിയുടെ മാനുഷിക മുഖത്തെക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയും. ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ കൂട്ടായ്മ. എന്നാൽ റോഡിലും പൊതുസ്ഥലത്തും ചില വീടുകളിലും മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത മലയാളിയെക്കുറിച്ചും കേൾക്കാൻ കഴിയും. കൊച്ചിയിൽ യുവാവിനെയും അച്ഛനെയും റോഡിലൂടെ വലിച്ചിഴച്ച കാർ യാത്രക്കാർ, പിറന്നാൾ ആഘോഷത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ സുഹൃത്തുക്കൾ. ഇതിലും നമ്മെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് എറണാകുളം ഭാഗത്തേക്ക് ഒരു പക്ഷേ ഈ ഭാഗത്തേക്ക് തന്നെ ലോറി ഉണ്ടാകാം. കുറച്ചുകൂടി ആഴത്തിലേക്ക് മണ്ണ് മാറ്റിയാൽ ഒരു ഭർത്താവ് കൂടി ജീവനൊടുക്കിയതോടെ അനാഥരായ രണ്ട് കുരുന്നുകൾ, അച്ഛനെയും അമ്മയെയും നഷ്ടമായ 28 ദിവസം പ്രായമുള്ള കുഞ്ഞും 1.5 വയസ്സുകാരനും നാടിന്റെ നൊമ്പരമാണ്. എന്താണ് നമ്മുടെ നാട്ടിലും വീടുകളിലും സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് തൃശൂർ ഐക്യനഗർ സ്വദേശി സതീഷിന് സംഭവിച്ചത്. ഗുണ്ടാ നേതാവായ സതീഷ് സുഹൃത്തുക്കൾക്കൊപ്പം പൂച്ചട്ടിയിലെ ബാറിൽ പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയതാണ്. അതിനിടെ ബാറിൽ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. അതിന് പിന്നാലെ സതീഷിനെ സുഹൃത്തുക്കൾ ചേർന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട സതീഷ് മലങ്കര വർഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. കേസിൽ 3 പ്രതികളെയും ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ജന്മദിനാഘോഷത്തിനിടെ സതീഷും സുഹൃത്തുക്കളും ചേർന്ന് തർക്കമുണ്ടായിരുന്നു. ഇക്കാര്യം സംസാരിക്കാനായി ഞായറാഴ്ച രാത്രി സുഹൃത്തുക്കൾ സതീഷിനെ കാണാനെത്തി. സംസാരത്തിനിടെ വീണ്ടും തർക്കമുണ്ടാവുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. കഴിഞ്ഞ രാത്രി 11:30-ഓടെയാണ് സംഭവമുണ്ടായത്. പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം നടു റോഡിലാണ് സതീഷിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. അപകടത്തിൽ പരുക്കേറ്റെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചു. തുടർന്നാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതികളും സതീഷും സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറഞ്ഞു. മലങ്കര വർഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. കൊലയാളികളും നിരവധി കേസുകളിലെ പ്രതികളാണ്. 3 പ്രതികളെയും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊലക്കേസിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് നിഗമനം. ന്യൂസ് 18 തൃശൂർ. വീട്ടിൽ ചെറിയ വഴക്കിടുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ചിലർ പറയാറുണ്ട്. എറണാകുളം ആലങ്ങോട് സ്വദേശിനി മരിയ റോസ് ഇങ്ങനെ വഴക്കുണ്ടായപ്പോൾ ഭർത്താവിനെ പേടിപ്പിക്കാൻ ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കി. പിന്നീട് സംഭവിച്ചത് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമാണ്. ഭാര്യ ജീവനൊടുക്കിയതിൽ മനംനൊന്ത് ആശുപത്രിയിൽ വെച്ച് ഭർത്താവ് ഇമ്മാനുവേലും തൂങ്ങി മരിച്ചു. ഒരു നിമിഷത്തെ വൈകാരിക പ്രകടനം 28 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും ഒരു 1.5 വയസ്സുകാരനെയുമാണ് അനാഥരാക്കിയത്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് മരിച്ച ഇമ്മാനുവേലും മരിയ റോസും. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി ആലങ്ങാട് സ്വദേശികളായ ഭർത്താവും ഭാര്യയും ആത്മഹത്യ ചെയ്തത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് എത്തിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാര്യ പ്രസവിച്ച് 28 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. 1.5 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുമുണ്ട് ഇവർക്ക്. ഈ 2 കുഞ്ഞുങ്ങളെയും അനാഥമാക്കിയാണ് കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛനും അമ്മയും മരണത്തിന് കീഴടങ്ങിയത്. ഈ ഇമ്മാനുവേൽ എന്നയാൾ വീട്ടുകാരുമായും അയൽവാസികളുമായും നിരന്തരം വഴക്കുണ്ടാക്കി വരുന്ന ഒരാളായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. മാത്രമല്ല, ഈ വഴക്ക് ഉണ്ടാക്കാതിരിക്കാൻ ഈ മരിയ റോസ് എന്ന ഭാര്യ പഠിച്ച പണി 18 നോക്കുകയും ചെയ്തു. ഇതിലൊന്നും വിജയം കാണാതെയാണ് ഇനി വഴക്കുണ്ടാക്കിയാൽ തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തുകയുണ്ടായത്. തുടർന്ന്
വഴക്കുണ്ടാവുകയും അയലത്തുകാരുമായി വഴക്കുണ്ടാവുകയും ഈ വഴക്കിനെ തുടർന്ന് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മഞ്ഞുമ്മലിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇമ്മാനുവൽ ഭാര്യയുമായി എത്തുകയാണ്. രാത്രി 10:30 മരിയ റോസ് മരണത്തിന് കീഴടങ്ങി. ഇതിൽ മനംനൊന്താണ് ഇമ്മാനുവൽ അവിടുത്തെ എക്സ്റേ റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം അതായത് സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്തെന്നാൽ ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പോസ്റ്റ്മോർട്ടം, അതേ തുടർന്നുണ്ട് ഡിപ്രഷൻ വലിയ പ്രശ്നമാണ്. അതായത് ഏതൊക്കെ തരത്തിലുള്ള മൂഡ് സ്വിങ്ങുകളാണ് ഈ സമയത്ത് ഉണ്ടാവുക. ചിലപ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ആകാം, അതല്ലെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം, അതല്ലെങ്കിൽ ആങ്സൈറ്റി ആയിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷാദ രോഗങ്ങളായിരിക്കാം. എന്തായാലും മൈൻഡ് സ്റ്റേബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഘട്ടത്തിലൊക്കെ സ്ത്രീകൾ കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യം ഒപ്പമുള്ള ആൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെ ഇത്തരം വലിയ വലിയ വിപത്തുകളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ ചോദ്യചിഹ്നമാകുന്നത് വീട്ടുകാർ, അതായത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും. വീട്ടുകാരെ വെറുപ്പിച്ച് ഇറങ്ങി വന്ന പെൺകുട്ടിയാണ് മരിയ റോസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വീട്ടുകാർ ഇടപെടില്ല എന്നൊരു കടുത്ത നിലപാടും എടുത്തിരിക്കുന്നു. ഇവിടെ അനാഥമാകുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. മാത്രമല്ല ഇവരെ ഏറ്റെടുക്കാൻ മറ്റാരുമില്ലാത്തൊരു സാഹചര്യം കൂടി വരുമ്പോൾ ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ അവരുടെ വൈകാരികതയുടെ തീവ്രതയിൽ അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്നതിനെ പറ്റി പോലും ഇവരെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ പോലും ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതുമാണ്. ഇതിനകത്ത് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ മരിയ റോസ് ഒരുപക്ഷെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിൻ്റെ മറ്റു ഡിപ്രഷൻ സിൻഡ്രത്തിന് അടിമയായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അതായത് വഴക്കിടുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നാൽ നീ ആത്മഹത്യ ചെയ്യുമെന്ന് ഭർത്താവ് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ആത്മഹത്യയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഒരുപക്ഷെ അത് തന്നെയാകാം. പക്ഷേ ഇത് പറയാൻ, അല്ലെങ്കിൽ താങ്ങായി നിൽക്കാൻ വീട്ടുകാരോ അതല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള സ്ത്രീകൾ ഇങ്ങനെ മരണം തിരഞ്ഞെടുത്തേക്കാം എന്ന് തന്നെയാണ് മനഃശാസ്ത്രജ്ഞന്മാരും വിശദീകരിക്കുന്നത്. എന്തായാലും ഈ അച്ഛൻ്റെ അമ്മയുടെയും വൈകാരിക നിലപാടോട് അവശേഷിക്കുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അനാഥത്വമാണ്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടാലോ പോലീസിന്റെ പിടിയിലായാലോ ഉണ്ടാകുന്ന മനോവിഷമത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ ഒരാൾക്കും അത് സഹിക്കാനാവില്ല. കൊല്ലം ചടയമംഗല സ്വദേശി സുരേഷിനെ കാട്ടാക്കട പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വധശ്രമ കേസ് പ്രതിയെന്ന് കരുതിയാണ്. പോലീസിന്റെ നടപടി ചോദ്യം ചെയ്തപ്പോൾ സുരേഷിനും ഭാര്യ ബിന്ദുവിനും ക്രൂരമർദ്ദനവും ഏൽക്കേണ്ടി വന്നു. പിന്നീട് ആളുമാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ബോധ്യമായതോടെ റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിൽ കൊല്ലം റൂറൽ SP അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ഭർത്താവിനെയും മർദ്ദിച്ചെന്നും അസഭ്യവർഷം നടത്തിയെന്നുമാണ് ഭാര്യ ബിന്ദുവിന്റെ പരാതി. മർദ്ദനത്തെ തുടർന്ന് ബോധരഹിതനായ ഭർത്താവിനെ പോലീസ് ജീപ്പിൽ ഇട്ടുകൊണ്ടുപോയി എന്നും ഇവർ പറയുന്നു. 2-3 പേര് പെട്ടെന്ന് കയറി വരികയാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോ ഇവിടെ അടുത്തുള്ള പയ്യന്മാരെ എനിക്ക് അറിയാവുന്നതാണ്. അവര് വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തു. പിന്നെ തടീര കച്ചവടത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ആന്റോ എന്ന് പറയുന്ന പയ്യൻ പോയി ഫോൺ വിളിച്ച് പെട്ടെന്ന് തന്നെ 2-3 പേര് വരുന്ന പുറകിലോട്ട് വിലങ്ങിടിച്ച് ഇടിയാ നടക്കുന്നതാണ്. കാരണം പറയുന്നില്ല. കാരണം എന്തെന്ന്, ഫോണും കൊണ്ട് ഞാൻ വന്നപ്പോൾ ഫോൺ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു പോലീസ് പിടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി. ചീത്ത വിളിച്ച് പിന്നെ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് പകുതി വരെ കൊണ്ടുപോയതിനു ശേഷം വീണ്ടും SI ഈ ഗുണ്ടകളും കയറി വന്ന് വീട്ടിനകത്ത് കയറി ഫോണിങ്ങി താ സാറേ എന്ന് പറഞ്ഞപ്പോ എന്നെ
നെഞ്ചത്ത് കൈവച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാർ ആ റോട്ടിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ഞാൻ ഫോണിന് ചെന്നപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് തള്ളിയതാ. ഞാൻ അങ്ങ് ചെന്ന് വീണപ്പോൾ ഇവന്മാർ കൈ കൊണ്ട് തൂക്കിയെടുത്ത് നൈറ്റിയിൽ തൂക്കിയെടുത്ത് അങ്ങ് എടുത്തിട്ട് നൈറ്റി കീറി അത് മൊത്തം പോയി. ഞാൻ നിലവിളിച്ചുകൊണ്ട് കൂടെ ഓടുന്നുണ്ട്. അവര് ഒന്നും ചെയ്യരുത്, അടിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി അടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാർ കൂടെ പറ്റുമോ അടിക്കാനായിട്ട്. അടിച്ചിട്ട് ആ പോലീസുകാരോട് ആവുന്ന കണക്ക് ഞാൻ പറഞ്ഞു, ഇനി അടിക്കരുത്, ഇനി നമ്മളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. നീ 4 ദിവസത്തേക്കായിട്ട് നീ ഇവിടെ വന്ന് കിടക്കയില്ലേ, നിങ്ങളുടെ വീട് ഇവിടെ അല്ല, അവൻ്റെ വീട് തിരുവനന്തപുരമാണ്, എന്നാൽ വിളക്കുപാറയാണ് വീടെന്ന് പറഞ്ഞിട്ടും പിന്നെ പെട്ടെന്ന് ഞാൻ വന്ന് ആധാർ എടുത്തുകൊണ്ട് കൊടുത്തു. ആധാറും അങ്ങ് എടുത്ത് ആധാർ മേടിച്ചു വെച്ചിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആധാറാ, ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് എന്തിയെന്ന് പറഞ്ഞ് ഇനി എല്ലാവരും ഇനി കയറി വന്നിട്ട് സിം എന്തിയെ ഫോൺ എന്തിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് മൊത്തം തട്ടിയിട്ടിട്ട് എടുത്തോണ്ട് പോയി. വണ്ടിയിലെ ചാവി എടുത്ത് പിന്നെ ഒരു കൊടുവാൾ എടുത്തിട്ട് പറയണ ഇത് മതി പ്രതിക്ക് വേണ്ടിയിട്ട്, ഈ കൊടുവാൾ മതി, ഇത് വെച്ച് അവൻ വെട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയി. പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയ സുരേഷിനെ പിന്നീട് വീടിന് സമീപത്തെ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ വധശ്രമക്കേസിൽ ഉൾപ്പെട്ട ആളല്ല സുരേഷ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ചത്. പിന്നീട് യഥാർത്ഥ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് ഭാര്യ ബിന്ദു നൽകിയ പരാതിയിൽ കൊല്ലം റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊട്ടാരക്കര DYSPക്കാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. വീട്ടിലെ ജോലിക്കാരെയും ഡ്രൈവർമാരെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കാണുന്നവരുണ്ട്. അവർക്ക് വീട്ടിൽ എവിടെയും കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കും. എന്നാൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നതാണ് തൃപ്പൂണിത്തുറയിലെ ഒരു മോഷണ കേസ് ഓർമ്മപ്പെടുത്തുന്നത്. വീട്ടിലെ അലമാരയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് കടന്നുകളഞ്ഞത് ഡ്രൈവറാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി സുമിത്തിനെ 1 മാസത്തിന് ശേഷം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തൃപ്പൂണിത്തുറ വലിയ കുളങ്ങര സ്വദേശി പോൾ ജെയിംസിന്റെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നയാളാണ് എരുമേലി സ്വദേശി സുമിത്. വീട്ടിൽ ഇയാൾക്ക് അമിതമായ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. ഇത് മുതലെടുത്താണ് സുമിത് വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചത്. ജൂൺ 11-ന് പട്ടാപ്പകലാണ് വീട്ടുകാരെ കബളിപ്പിച്ച് സ്വർണം കവർന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വള, മാല ഉൾപ്പെടെ 12 പവൻ സ്വർണം കവരുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണത്തിൽ നിന്നും കുറച്ചു സ്വർണം പ്രതി ഇടപ്പള്ളിയിലുള്ള രാജധാനി ജ്വല്ലറിയിൽ വിൽക്കുകയും 2,44,100 രൂപ കൈപ്പറ്റുകയും ചെയ്തു. തുടർന്നാണ് നാടുവിട്ടത്. സ്വർണം വിറ്റുകിട്ടിയ പണവുമായി കേരളത്തിലും തമിഴ്നാട്ടിലും ഗോവയിലും കർണാടകയിലുമായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. 1 മാസത്തോളം പ്രതിക്ക് വേണ്ടി പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രതി വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയും അവിടെ അനേകം മോഷണങ്ങൾ നടത്തിയതായും പോലീസ് പറയുന്നു. നിലവിൽ തമിഴ്നാട് പോലീസ് അന്വേഷിക്കുന്ന ഒരു മോഷണക്കേസിലെ പ്രതി കൂടിയാണ് സുമിത്. ഈ മോഷണക്കേസിലെ കൂട്ടുപ്രതി സിജോ മോനു വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. CI ആനന്ദബാബുവിന്റെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, പോൾ മൈക്കിൾ, സൈബർ പോലീസ് ഉദ്യോഗസ്ഥനായ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം
കോടതിയിൽ ഹാജരാക്കുമെന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. പിടിച്ചു നിൽക്കാനാകാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായാൽ മോഷണം നടത്താൻ പോലും ചിലർ മടിക്കില്ല. കൊല്ലം ചടയമംഗലത്തെ ജ്വല്ലറിയിൽ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും കുരുമുളക് സ്പ്രേ ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്ത പ്രതികളെ പിടികൂടിയപ്പോൾ പുറത്തുവന്നത് ഇതുപോലൊരു കഥയാണ്. നെടുമങ്ങാട് സ്വദേശിയായ സുജിത്തും പാലോട് സ്വദേശിയായ സ്നേഹയുമാണ് സാമ്പത്തിക ബാധ്യത തീർക്കാൻ മോഷ്ടിക്കാനിറങ്ങിയത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് തന്ത്രപരമായി പിടികൂടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് 2 ടീമുകളായി തിരിഞ്ഞായിരുന്നു പ്രതികൾക്ക് വേണ്ടി ചടയമംഗലം പോലീസിന്റെ അന്വേഷണം. ചടയമംഗലത്തെ ജ്വല്ലറിയിൽ എത്തിയ സ്നേഹ സ്വർണ്ണാഭരണങ്ങൾ നോക്കിവെക്കുകയും അടുത്ത ദിവസം ഭർത്താവുമായി എത്തി സ്വർണം വാങ്ങാമെന്ന് അറിയിച്ചു മടങ്ങുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അടുത്ത വെള്ളിയാഴ്ച ദിവസം സുജിത്തും സ്നേഹയും കൂടി ജ്വല്ലറിയിൽ എത്തുന്നതും മോഷണശ്രമം നടത്തുന്നതും. യുവതി മാല കൈക്കലാക്കി എന്ന് കരുതി യുവാവ് പെപ്പർ സ്പ്രേ അടിക്കുകയും രക്ഷപ്പെടുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് 2 ടീമുകളായി തിരിഞ്ഞായിരുന്നു ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിയത്. സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മടക്കിവെച്ചത് കാരണം അന്വേഷണം ശ്രമകരമായിരുന്നു. 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പാലോടുള്ള ചായക്കടയിലെ CCTVയിൽ മറ്റൊരു വാഹനത്തിൽ യുവതിയോട് സാദൃശ്യമുള്ള ഒരാൾ പോകുന്നതായി കണ്ടെത്തി. സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയിലേക്ക് എത്തിച്ചേർന്നത്. പോലീസ് സ്നേഹിയുടെ അഡ്രസ് കണ്ടെത്തുകയും മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് പാലോടുള്ള വീട്ടിൽ എത്തുകയും ചെയ്തു. സ്നേഹ കുറ്റം സമ്മതിച്ചു. തന്നോടൊപ്പം വന്നത് നെടുമങ്ങാടുള്ള സുഹൃത്തായ സുജിത്ത് ആണെന്ന് വ്യക്തമാക്കി. ഉടൻ സുജിത്തിന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവതി വിവാഹിതയും ഡിസ്റ്റന്റായി MBA സ്റ്റുഡന്റുമാണ്. സ്നേഹ മുമ്പ് ജോലി ചെയ്തിരുന്ന വാഹന ഷോറൂമിൽ വെച്ചാണ് സുജിത്തിനെ പരിചയപ്പെടുന്നതും സൗഹൃദത്തിൽ ആകുന്നതും. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണം നടത്താനുള്ള കാരണമെന്ന് ഇവർ പറയുന്നു. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ SHO സുനീഷ്, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തട്ടിപ്പ് സംഘങ്ങൾ പല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കൊറിയർ കമ്പനിയിൽ നിന്നാണെന്നും സൈബർ പോലീസുകാരാണെന്നും പറയുമ്പോൾ പലരും ചിലപ്പോൾ ഭയന്നു പോകും. തൃശൂർ സ്വദേശിനി ദിവ്യയ്ക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നു. ദിവ്യ അയച്ച കൊറിയറിൽ MDMA ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നാലെ സൈബർ പോലീസ് എന്ന വ്യാജേന വീണ്ടും വിളി. ആദ്യമൊന്ന് ഭയന്ന യുവതി അധികം വൈകാതെ തന്നെ ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. പണം തട്ടിയെടുക്കുകയാണ് വിളിച്ചവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. തൃശൂർ എറവിലെ കപ്പലുപള്ളിക്ക് സമീപം താമസിക്കുന്ന സുധീഷിന്റെ ഭാര്യ ദിവ്യയാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ ദിവസമാണ് മുംബൈ ഫെഡെക്സ് ഇന്റർനാഷണൽ കൊറിയർ എന്ന കമ്പനിയിൽ നിന്നാണെന്ന് പറഞ്ഞ രാകേഷ് ശുക്ല എന്ന് പരിചയപ്പെടുത്തിയ ആളുടെ കോൾ വന്നത്. ദിവ്യയുടെ പേരിൽ മുംബൈയിൽ നിന്ന് റഷ്യയിലേക്ക് അയച്ച കൊറിയർ മടങ്ങിയെത്തിയിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. കൊറിയർ അയച്ച കവറിലുണ്ടായിരുന്നത് 2 ലാപ്ടോപ്പ്, വസ്ത്രങ്ങൾ, ക്രെഡിറ്റ് കാർഡ്, 7 കിലോഗ്രാം MDMA എന്നിവയായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. ഇതു പറഞ്ഞ് തുടർച്ചയായി ഫോൺ വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മുംബൈ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ന പേരിൽ ഒരു തിരിച്ചറിയൽ കാർഡിന്റെ ഫോട്ടോ സഹിതവും സന്ദേശമെത്തി. കൊറിയർ കമ്പനിയിൽ നിന്നെന്ന് പറഞ്ഞ് വീണ്ടും കോൾ വന്നുകൊണ്ടിരുന്നു.
2 ദിവസം കഴിഞ്ഞപ്പോൾ കൊറിയർ കമ്പനിയിൽ നിന്ന് എന്ന് പറഞ്ഞു വിളിച്ചു തുടങ്ങിയ ആൾ സൈബർ പോലീസ് ഉദ്യോഗസ്ഥന് ഫോൺ നൽകുകയാണെന്നും ആധാർ കാർഡുമായി വീഡിയോ കോളിൽ വരാനും ആവശ്യപ്പെട്ടു. പകച്ചുപോയ യുവതി ആധാറുമായി വീഡിയോ കോൾ ചെയ്തു. ഇതിനിടയിലാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇത് തട്ടിപ്പിനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കി യുവതി ഫോൺ കോൾ കട്ട് ചെയ്തു. യുവതി അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്താലോ ജീവനൊടുക്കാൻ ശ്രമിച്ചാലോ ആദ്യം കരുതുക ജോലി സമ്മർദ്ദമാണ് അതിന് കാരണമെന്നാണ്. എന്നാൽ സ്വന്തം കയ്യിലിരിപ്പ് കാരണം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. തിരുവനന്തപുരം അയിരൂർ മുൻസിയായി ആത്മഹത്യക്ക് ശ്രമിച്ചത് സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ജയസനിലിനെ അമിതമായ അളവിൽ ഗുളിക അടിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ചതിനും കൈക്കൂലി വാങ്ങിയതിനുമാണ് സർവീസിൽ നിന്നും പുറത്താക്കിയത്. തിരുവനന്തപുരം അയിരൂർ പോലീസ് സ്റ്റേഷനിലെ മുൻ CI ജയസേനിനെയാണ് ആത്മഹത്യ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. കാരണം അമിതമായി അളവിൽ ഗുളിക കഴിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യ ശ്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മെഡിക്കൽ ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത്. അതായത് പോക്സോ കേസ് പ്രതിയിൽ നിന്ന് 50,000 രൂപ കൈക്കൂലി വാങ്ങി, ഒപ്പം തന്നെ പോക്സോ കേസ് പ്രതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു, പീഡിപ്പിച്ചു എന്നടക്കമുള്ള പരാതിയെ തുടർന്നാണ് DGP നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം DGP നേരിട്ട് തന്നെയാണ് ഈ വകുപ്പുതല നടപടി സ്വീകരിച്ചുകൊണ്ട് ജയസനിലെ അന്ന് പുറത്താക്കുകയും ചെയ്തത്. അതിനു മുമ്പും ഈ റിസോർട്ട് ഉടമയിൽ നിന്നുമൊക്കെ കൈക്കൂലി വാങ്ങിയെന്ന കേസ് ഈ ജയസനിലെതിരുണ്ടായിരുന്നു. തുടർന്ന് സസ്പെൻഷനിലായിരുന്നു നിരവധി തവണ. അങ്ങനെ വകുപ്പുതല നടപടി നിരവധി തവണ നേരിട്ട ഒരു ഉദ്യോഗസ്ഥരെ കൂടിയായിരുന്നു അന്ന് സംസ്ഥാന പോലീസ് മേധാവി പുറത്താക്കുകയും ചെയ്ത. തുടർന്നാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷമാകാൻ പോകുന്നു സർവീസിൽ നിന്ന് ജയസനിലിനെ പുറത്താക്കിയിട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നതായാലും ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. അതിനുശേഷം ഈ അമിതമായി ഗുളിക കഴിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മെഡിക്കൽ ബോർഡ് അറിയിക്കുകയും ചെയ്യുന്നത്. കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനം നിരവധി വിദ്യാർത്ഥികളെ മൊബൈലിന് അടിമകളാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആലുവ എടയപ്പുറത്തെ 18-കാരന്റെ ജീവിതം തന്നെ തകർത്തു. പഠിക്കാൻ മിടുക്കനായിരുന്ന ഹനീഷ് മുഴുവൻ സമയവും ചെലവഴിച്ചിരുന്നത് മൊബൈലിലാണ്. പഠനത്തോടൊപ്പം ഓൺലൈൻ ഗെയിം കളിക്കുന്നതും പതിവായി. ഒടുവിൽ കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് ഈ കൗമാരക്കാരൻ തൂങ്ങി മരിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ ചെറിയ അശ്രദ്ധയാണ് മക്കളെ പലപ്പോഴും ഇതുപോലുള്ള കെണിയിൽ വീഴ്ത്തുന്നത്. നിങ്ങളുടെ മക്കൾ മൊബൈലിന് അടിമയാണോ? എങ്കിൽ കരുതിയിരിക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.